എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് മൈക്രോസോഫ്റ്റ് എക്സൽ എങ്ങനെയാണ് ലോഞ്ച് ചെയ്യുന്നുള്ളത്. വളരെ എളുപ്പമുള്ള കാര്യമാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. പല വിധങ്ങളിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം, ചില വിധങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ മെത്തേഡ് നമ്മുടെ സ്റ്റാർട്ട് മെനുവിലേക്ക് പോകാമെന്നുള്ള. സ്റ്റാർട്ട് മെനുവിൽ പോയതിന് ശേഷം എക്സൽ എന്ന കീബോർഡ് കൊണ്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. അവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. നമുക്കങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ എക്സൽ ഓപ്പണായി വന്നു. അപ്പോൾ ഇതാണ് ഒരു വിധം. ഇനി നമുക്ക് എക്സൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അടുത്ത വിധത്തിലേക്ക് പോകാം. രണ്ടാമത്തെ വിധം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റാർട്ട് മെനുവിൽ നിന്ന് തന്നെ എക്സൽ നിങ്ങൾക്ക് ടാസ്ക് ബാറിൽ ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണ്? സ്റ്റാർട്ട് മെനുവിൽ നമ്മൾ പോണു, എക്സൽ വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കുന്നു, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കണ്ടോ പിൻ ടു ടാസ്ക് ബാർ എന്ന ഓപ്ഷനുണ്ട്. ആ പിൻ ടു ടാസ്ക് ബാറിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ടാസ്ക് ബാറിൽ പുതിയൊരു എക്സലിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട്. കണ്ടോ, അവിടെ നിന്ന് നമുക്ക് എക്സൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടാസ്ക് ബാറിലെ ഈ ഐക്കൺ അവിടെ എപ്പോഴും കിടക്കും. നിങ്ങൾ മാനുവലി റിമൂവ് ചെയ്യാത്തിടത്തോളം കാലം അതവിടെ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. മൂന്നാമത്തെ സംഗതി, നമ്മൾ സ്റ്റാർട്ട് മെനുവിനകത്ത് എക്സൽ ആണല്ലോ, എന്ന് പറയുന്ന കാറ്റഗറി തപ്പിപ്പോയാൽ ഈക്കകത്ത് എക്സൽ കാണും. ഇതാ ഇവിടെ നമുക്ക് എക്സൽ ഉണ്ട്. ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ പക്ഷേ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പിൻ ടു സ്റ്റാർട്ട് മെനു എന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ പിൻ ടു സ്റ്റാർട്ട് മെനു കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ സ്റ്റാർട്ട് മെനുവിൽ ഇപ്പോൾ എക്സൽ വന്നിട്ടുണ്ട്. ഇവിടെയും നിങ്ങൾക്ക് ആഡ് ചെയ്തിടാം, ഇവിടുന്ന് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തുറക്കാനുള്ള വിധമാണ്. അപ്പം നമ്മളീ പഠിച്ച ഏതെങ്കിലും വിധങ്ങൾ നിങ്ങൾ നല്ലവണ്ണം പരിചിതരാകുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ നിങ്ങൾക്കിത് എക്സൽ തുറക്കാം. അപ്പം നമ്മൾ ആ കാര്യം കണ്ടു. ഇനി നമ്മൾ എക്സൽ ഒന്ന് തുറന്നു നോക്കാൻ പോവാണ്. എക്സലിനകത്തേക്ക് ഒന്ന് പോയി ക്വിക്കായിട്ട് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് കാണാൻ പോവാണ്. നമുക്ക് എക്സൽ തുറക്കാം. ഓക്കെ, അപ്പം ഞാൻ എക്സൽ തുറന്നപ്പോൾ കിട്ടിയ ഒരു ഇൻ്റർഫേസാണ് നിങ്ങളിവിടെ കാണുന്നത്. പക്ഷേ ഈ ഇൻ്റർഫേസ് തന്നെ നിങ്ങൾ തുറക്കുമ്പോഴും കിട്ടണം എന്ന് നിർബന്ധമില്ല. കാരണം വേർഷൻ അനുസരിച്ച് ഈ തുറന്ന് കിട്ടുമ്പോഴുള്ള ഇൻ്റർഫേസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഓഫീസിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് ഓഫീസ് 365 എന്ന് പറയുന്ന വേർഷനാണ്. പക്ഷേ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അതായിരിക്കണമെന്നില്ല, വേറെ വേർഷൻ ആയിരിക്കാം, 2007 ആയിരിക്കാം, 2003 ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. ചെറിയ വ്യത്യാസങ്ങൾ കണ്ടാലും നിങ്ങൾ ആ വേർഷൻ്റെ വ്യത്യാസമാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വേർഷൻ 365 ആണെങ്കിൽ കുഴപ്പമില്ല, ഇതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ ആദ്യത്തെ ആ ഒരു ഐക്കോൺ കണ്ടോ, അവിടെ എഴുതിയിട്ടുണ്ട് ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. എക്സലിൻ്റെ ഒരു ബ്ലാങ്ക് വർക്ക് ഓപ്പണായി വന്നിട്ടുണ്ട്. ഞാനിന്ന് ഇപ്പോൾ തന്നെ ക്ലോസ് ചെയ്യുവാണ്. ഇവിടുന്ന് നമ്മൾ തുടങ്ങുന്നത്. ഇനി ഒരു കാര്യം ഓർത്തത്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് എക്സൽ ഓപ്പൺ ചെയ്യുന്നതെന്ന് ഇവിടെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. മാക്കിലും ഓപ്പൺ ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ കമാൻഡ് സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സ്പോട്ട്ലൈറ്റ് സെർച്ച് കിട്ടും. അവിടെ നിങ്ങൾ എക്സൽ എന്ന കീബോർഡിലെ കീ വഴി ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആദ്യം കാണുന്നതാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്കിലും മൈക്രോസോഫ്റ്റ് എക്സൽ നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ ഓപ്പണായി വരും. ഇപ്പോൾ കണ്ടോ, ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വലുതാക്കാം. ബ്ലാങ്ക് വർക്ക് ബുക്ക് ആദ്യം കിടക്കുന്നത് കണ്ടോ, ഇതും ഓഫീസ് 365 വേർഷനാണ്, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഇരിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും, നമുക്ക് എക്സലിലേക്ക് പോകാനുള്ള ആദ്യത്തെ വർക്ക് ബുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ മാക്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഈ വിധത്തിലൊക്കെയാണ് എക്സൽ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും നമ്മൾ തുറക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് അതിൻ്റെ ഉദ്ദേശം പിടികിട്ടില്ലോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതായാലും മൈക്രോസോഫ്റ്റ് എക്സൽ എങ്ങനെയൊക്കെ തുറക്കാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ വഴി കണ്ടത്.